അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നേരെ കൊല്ലംകോട് പോകുന്നു. അവിടെ ദേ മോഹിനിയാട്ടമൊക്കെ കണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഫേമസ് ആയിട്ടുള്ള ദേ ഈ ചെല്ലൻ ചേട്ടൻ്റെ കടയൊക്കെ പോയി കയറിയൊന്ന് കണ്ട്, പിന്നെ കുതിരാൻ ടണലൊക്കെ പാസ് ചെയ്ത് ഹൈവേയുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ശരിക്കും ഒരാനയെ ഇന്ന് കാണും. അപ്പോൾ പോവാം. നമ്മൾ രാവിലെ നേരത്തെ പുറപ്പെട്ടു. രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മൾ അവിടെ ചെന്നു. ഇത് കൊല്ലംകോട്ടുനിന്നൊരു ചായയൊക്കെ കുടിക്കാൻ നിൽക്കുന്ന സീനാണ്. ഇവിടുന്ന് വണ്ടിയെടുത്ത് നേരെ ദേ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് നമ്മളങ്ങനെ പോകുമ്പോൾ വഴി സൈഡിൽ ഇങ്ങനെ കുടിലിടം എന്ന് പറഞ്ഞൊരു സംഭവം, ഹെറിറ്റേജ് ആയിട്ടുള്ള ആ സെറ്റപ്പ് അവിടെ അവർ റെഡിയാക്കി ഇട്ടേക്കുക. ഇതുപോലെ 2-3 സ്ഥലത്ത് ഇങ്ങനെ ഹെറിറ്റേജ് സൈറ്റുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിവിടെ മുള കൊണ്ടുള്ളൊരു വേലിയുണ്ട്. അതിനപ്പുറത്ത് പാടം കാണാം. ഇടതുവശത്ത് ചെറിയൊരു അരുവി പോലെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ അങ്ങനെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. അവിടെ ഹെറിറ്റേജ് സൈറ്റാണല്ലോ, അതിൻ്റെ ആ ഒരു ഫീല് കിട്ടാനായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം മുളയും ഓലയൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വിശാലമായ പാടമാണ് കാണുന്നത്. അതിൻ്റെ പുറകിൽ നെല്ലിയാമ്പതി ഹിൽസാണ്. ഇവിടെ ഇങ്ങനെ മുള കൊണ്ടുള്ള ഏറുമാടം, അതുപോലെ ഓല മേഞ്ഞ ഒരു സംഭവം, പിന്നെ ഉണ്ട് കാളവണ്ടിയുടെ ഭാഗങ്ങൾ, അതുപോലെ ഇരിക്കാനായിട്ടുള്ള സ്പോട്ടുകൾ, ഫോട്ടോ പോയിൻറ്റുകൾ എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ മുളയൊക്കെ കൊണ്ട് അല്ലെ ഓല കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം നാച്ചുറലാണ്. ഭയങ്കര രസമാണ്. ഇവിടെ വന്ന് നിന്നത് ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഇതാ ഈ കാണുന്ന ഒരു തവളക്കിണറാണ്. 40 അടി താഴ്ചയെന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ? ശരിക്കും അടുത്ത് നിന്ന് കാണുമ്പോൾ അത്രയും താഴ്ച ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. 40 അടി താഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 4 നില കെട്ടിടത്തിൻ്റെ താഴ്ചയുണ്ട് ഈ സാധനത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതിൻ്റെ അടുത്ത് നിന്ന് കണ്ടാൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പേടി തോന്നി. പിന്നെ നമ്മൾ പാടം കാണാൻ വേണ്ടി പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പല സ്ഥലത്തായിട്ട് പല ടൈപ്പ് നെല്ലുകളാണ് ഇവിടെ ഇവർ നട്ടേക്കുന്നത്. അതും പല സ്റ്റേജായിട്ടാണ് നിൽക്കുന്നത്. ചിലതൊക്കെ വിതച്ചിട്ടേ ഉള്ളൂ, ചിലത് കൊയ്യാറായതുണ്ട്. പിന്നെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജുകളിലായിട്ടുള്ളതെല്ലാം ഇവിടെയുണ്ട്. ഇത് കണ്ടില്ലേ? ഇതുപോലെ വെള്ളത്തിന് മുകളിൽ നമ്മളിങ്ങനെ മുളയുടെ പാലം, അതിൻ്റെ മുളയുടെ തന്നെ കൈവരി, അതുപോലെ ഈ തൂങ്ങിക്കിടക്കുന്ന റാന്തൽ വിളക്ക്, ഇതുപോലെയുള്ള നമുക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ വരുന്ന ആ സംഭവങ്ങളെല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ഈ മോഡേൺ മെറ്റീരിയൽസൊക്കെ ഒഴിവാക്കി തന്നെയാണ് ചെയ്തേക്കുന്നത്. ആകെ കുറച്ച് സംഭവങ്ങൾ, ചെറിയ ഈ സ്ക്വയർ പൈപ്പും സിമെൻറ്റിൻ്റെ ചാക്കും ഒക്കെ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി ഫോട്ടോ പോയിൻറ്റുകൾ വരെ എല്ലാം മുളയിലാണ് ചെയ്തേക്കുന്നത്. ഈ നെല്ലിയാമ്പതി ഹിൽസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതാ ഈ പഴയ ഇറിഗേഷൻ സിസ്റ്റത്തെ ഞാൻ വെറുതെ ഒന്ന് കറക്കി നോക്കി. ഇരുന്ന് ചവിട്ടുന്നതും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. വഴിയുടെ ഇരുവശത്തും ഇങ്ങനെ പല കളറിലുള്ള പൂക്കളൊക്കെ നട്ട് വളർത്തിയേക്കുന്നുണ്ട്. നടക്കാനും നമുക്ക് നല്ല മൂഡാണ്. രാവിലത്തെ ഈ സമയത്ത് അത് പ്രത്യേകിച്ചും ഭയങ്കര ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നെല്ലുകളുടെ പേരിങ്ങനെ ഓരോ ടൈപ്പ് എഴുതി ഇങ്ങനെ വെച്ചേക്കുക. അതായത് ഞവര, അതുപോലെ ഇത് കല്യാണി, ഇങ്ങനെ പല പേരൊക്കെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വിതച്ചിട്ടേ ഉള്ളൂ. സമയം രാവിലെ 8 മണിയാകുന്നതേ ഉള്ളൂ. ഇവിടെ സേവ് ദ ഡേറ്റുകാരുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ ക്രൂവും ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നല്ലപോലെ ആൾക്കാരുണ്ട്. ആദ്യം ഒരു സെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 സെറ്റായപ്പോൾ നമ്മൾ പതുക്കെ തിരക്ക് കണ്ട് അവിടുന്ന് പതുക്കെ മാറുവാണ്. ഞങ്ങളങ്ങോട്ട് കാർ പാർക്കിങ്ങിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും വേറെയും സേവ് ദ ഡേറ്റുകാർ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ വേറൊരു ഹെറിറ്റേജ് സൈറ്റിലേക്ക് പോയി. ഈ നമ്മൾ ആദ്യം കണ്ട കുടിലിടം പോലെ തന്നെ മറ്റൊരു സൈറ്റ്. അവിടേക്ക് ചെല്ലുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ടൊരു മോഹിനിയാട്ടം ഡ്രസ്സ് ചെയ്തൊരു പെൺകുട്ടിയും കൂടെ കുറച്ച് ആളുകളും ഒക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ നമ്മൾ മുന്നോട്ട് പോയി. ഈ മിന്നുന്ന ലൈറ്റ് അല്ലാണ്ട് കുടിലിടവുമായിട്ട് ഇതിന് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി കണ്ടില്ല. നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ മോഹിനിയാട്ടക്കാർ ഡാൻസ് കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകൾ ഇട്ട് കാണിച്ചു തന്നു. അതാണ് ഈ കാണുന്നത്.
അങ്ങനെ പേരറിയാത്ത ആ നല്ല കലാകാരിക്ക് ഒരു താങ്ക്സും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അതാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ്റെ കട. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഓലമേഞ്ഞ ഈ കട, ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട. രാവിലെ 8 മണിക്ക് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി വന്ന് കുത്തിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും മാത്രം ഒരു ഹൈപ്പ് ഈ സ്ഥലത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ വിട്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഉഗ്രൻ സ്പോട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. നമ്മുടെ ഈ ഒടിയനൊക്കെ ഷൂട്ട് ചെയ്ത അമ്പലമാണ് ഇതിന് തൊട്ടടുത്തുള്ളതാണ്. ഇവിടെ ബലിയൊക്കെ നടക്കുന്ന ഒരു അമ്പലമുണ്ട്. പോയി കാണാൻ പറഞ്ഞ് നമ്മളെ ഇവിടെ ലോക്കലായിട്ടുള്ളൊരു ചേട്ടൻ പറഞ്ഞു വിട്ടതാണ് ഇങ്ങോട്ട്. ചിങ്ങഞ്ചിറ കുറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളി സ്പോട്ടാണ്. കൊല്ലംകോട് വരുന്നവർ എന്തായാലും ഇവിടെയും കൂടെ പോകണം. അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നല്ല വൃത്തിയുള്ളൊരു മാന്തോപ്പാണ്. തലേന്ന് രാത്രി നല്ല അടിപൊളി മഴ പെയ്തായിരുന്നു. അതിൻ്റെ വെള്ളം ഇപ്പോഴും അവിടെ തളം കെട്ടി കിടക്കുന്നുണ്ട്. അതിലിഷ്ടംപോലെ ആൾക്കാർ അമ്പലത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് ഈ രാവിലെ തന്നെ. ഇവിടെ ബലി കൊടുക്കുന്ന അമ്പലമാണെന്നാണ് നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ നേർച്ചയുണ്ട്. ഈ ആലിൻ്റെ ചുവട്ടിലാണ് അമ്പലം. അവിടെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഓരോരുത്തരും നേർന്ന് കൊണ്ടേ കെട്ടിത്തൂക്കിയ സാധനങ്ങളാണ്. വീട് വേണ്ടവർ വീടിൻ്റെ ഒരു മോഡൽ, അതുപോലെ കുട്ടികൾ വേണ്ട ഒരു തൊട്ടിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിത്തൂക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാന്തോപ്പാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ മറു സൈഡ്. ഇതൊരു ആലിൻ്റെ ചുവട്ടിലാണ് ഈ അമ്പലത്തിൻ്റെ ഈ പൂജയൊക്കെ നടക്കുന്ന സ്ഥലം. അവിടെ ഒരു പൂജാരി ഉണ്ട്. അവിടെ എന്തോ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. ആ മരത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ നേർച്ചയുള്ള സംഭവങ്ങൾ കൊണ്ട് തൂക്കിയിടുന്നത്. ഇതുപോലെയുള്ള വലിയ ആൽമരങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ്. ഒടിയൻ മാത്രമല്ല, ഇവിടെ വേറെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തതായിട്ട് ആ ചേട്ടൻ പറഞ്ഞു. പക്ഷെ അതെല്ലാം മറന്നുപോയി. ഒടിയൻ മാത്രമേ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളൂ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നേർച്ചയായിട്ട് കൊണ്ട് തൂക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. വീട്, തൊട്ടിൽ, അതുപോലെ വണ്ടികൾ, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ കൊല്ലംകോടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പാലക്കാട്ടേക്ക് മടങ്ങി. പാലക്കാട് ചെന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ ടിപ്പുവിൻ്റെ കോട്ടയം കണ്ടിട്ട് സ്ഥലം വിടണം. അതാണ് പ്ലാൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ടിപ്പുവിൻ്റെ കോട്ട കാണാൻ വന്നിരിക്കുകയാണ്. ഇത് കറക്റ്റ് പാലക്കാടാണ്. പാലക്കാട് ടൗണിലാണ് ടിപ്പുവിൻ്റെ കോട്ടയുള്ളത്. ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ 4 പേരും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു. ഇതാണ് ടിപ്പുവിൻ്റെ കോട്ട, അല്ലെങ്കിൽ പാലക്കാട് കോട്ട എന്നറിയപ്പെടുന്ന കോട്ട. ഈ കോട്ടയുടെ ചുറ്റോട് ചുറ്റും ഒരു കിടങ്ങുണ്ട്. ഈ കിടങ്ങ് പണ്ടത്തെ മുതലക്കുളമായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം അതിനകത്ത് മുതലൊന്നുമില്ല. ഇഷ്ടംപോലെ മീനും ആമയും ഒക്കെ ഉണ്ട്. കോട്ട കാണാൻ വരുന്നവർ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലപോലെ മീനിനെയും ആമയൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കോട്ടയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലേക്ക് നടന്നു. രാവിലെ തന്നെ കോട്ട കാണാൻ വന്നവരുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദീപാവലി ദിവസമാണ്. ചിലപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ കുട്ടികളെയും കൂട്ടി വന്നതായിരിക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. ഹനുമാൻ്റെ അമ്പലമാണ്. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാനൈറ്റിൻ്റെ കല്ലിലാണ് ഈ കോട്ട മുഴുവനായിട്ടും പണിതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതൊന്ന് നോക്കിയാൽ ഈ പില്ലറും ബീമും അടക്കം മുഴുവൻ സംഭവങ്ങളും കല്ലിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. അതൊക്കെ ഒറ്റ കല്ലാണ് ആ ബീമൊക്കെ. . 2
അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു. അമ്പലം കഴിഞ്ഞങ്ങ് പോകുമ്പോൾ വീണ്ടും കല്ലിനകത്ത് കുറച്ച് ഈ ഹനുമാൻ്റെ പ്രതിമകളും അവിടെ തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കവാടം കൂടിയുണ്ട്. അമ്പലത്തിന് മുമ്പ് ഒരു കവാടം ഉണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ കവാടം. ഈ കവാടം കടന്ന് നമ്മൾ നേരെ കോട്ടയുടെ നടുമുറ്റത്തേക്കാണ് വന്ന് കയറുന്നത്. ഈ കവാടവും പൂർണ്ണമായിട്ടും കല്ലിൽ നിർമ്മിച്ചേക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കവാടം. വിശാലമായൊരു മുറ്റവും അതിൻ്റെ അകത്ത് വേറെ 1-2 ബിൽഡിങ്ങുകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ മ്യൂസിയം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്, പക്ഷേ അത് നമ്മൾ കാണാൻ നിൽക്കുന്നില്ല. നമ്മൾ കോട്ടയൊന്ന് കറങ്ങി കണ്ടിട്ട് പോകാനാണ് പ്ലാൻ. അതിനിടയ്ക്ക് ഈ ഒരു മരം കണ്ടോ? രസകരമായൊരു മരം കണ്ടപ്പോൾ അതൊന്ന് എടുത്തതാണ് നിങ്ങളെയും കൂടെ കാണിക്കാൻ. ഈ മരത്തിൻ്റെ ഒരു വലിയ മരത്തിൻ്റെ ശിഖരം വന്ന് അടുത്തൊരു മരം പോലെ ഫോം ചെയ്ത് നിൽക്കുന്നത് കണ്ടോ? അങ്ങനെ ആ മാവിന് കുമ്പിടി മാവെന്ന് പേരുമിട്ട് ഞങ്ങൾ കോട്ടയുടെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുക. നല്ല വൃത്തിക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് പരിപാലിക്കുന്നുണ്ടെന്ന് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഇലയോ മറ്റ് ചവറുകളോ ഒന്നും അവിടെ കാണാനില്ല. വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടപ്പുണ്ട്. കോട്ടയുടെ കാവൽക്കാർ നിലയുറപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണിത്. ഇത് ശരിക്കും മുഴുവൻ 8 എണ്ണം ഉണ്ട്. ഇതുപോലെ ഓരോ സൈഡിലും 3 എണ്ണം വരുന്നുണ്ട്. അതായത് കോർണറുകളിലും പിന്നെ നടുക്കും. അങ്ങനെയാണ്. 4 കോർണറിലും ഓരോന്നുണ്ട്. പിന്നെ ഓരോ സൈഡിൻ്റെയും നടുക്കും ഓരോന്നുണ്ട്. അങ്ങനെ മുഴുവൻ 8 പോയിൻറ്റുകൾ ഇതുപോലത്തെ ഉണ്ട്. ഇത് കൊട്ടാരത്തിലെ കുളമാണ്. അതിൻ്റെ സൈഡിൽ പൂവൊക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കൊട്ടാരത്തിലല്ല, ഫോർട്ടിൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാവാണ്. ആ മുറ്റത്തിൻ്റെ മറ്റൊരു വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും കല്ലിൽ ഇത്രയും കൊത്തുപണിയൊക്കെ ചെയ്ത് ഇത് പണിതെടുക്കാനുണ്ടായ ആ എഫേർട്ട്, അതിനെപ്പറ്റി നിങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ വേറൊരു മറ്റേ വാച്ച് ടവറിൽ ചെന്നു. അത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ കടന്നു വന്ന ആ പാലമാണ്. അവിടെ നിന്നാണ് നമ്മൾ മീനിന് തീറ്റ കൊടുത്തത്. അങ്ങനെ ആ വാച്ച് ടവറും കടന്ന് നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി നമ്മൾ പാലക്കാടനോട് ബൈ പറഞ്ഞ് തിരിച്ചുള്ള യാത്രയിലാണ്. പാലക്കാട് നിന്ന് കുതിരാൻ ടണലൊക്കെ കടന്ന് നമ്മൾ ചാലക്കുടി ചെന്നിട്ട് അവിടുന്ന് നമ്മൾ വഴി തിരിഞ്ഞ് ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് പോയിട്ട് ആനയൊന്നും കൂടെ തേടിയിട്ട് കണ്ടിട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. ഇന്നലെയോ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും ആനയെ കണ്ടിട്ടേ തിരിച്ച് പോകുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി നമ്മൾ കുതിരാൻ ടണലിൻ്റെ അവിടെ എത്തി. ശരിക്കും നമ്മുടെ വണ്ടിയിലുള്ള 4 പേരിൽ 3 പേരും ഈ കുതിരാൻ ടണലിലൂടെ ഇതിനു മുമ്പ് പാസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുതിരാൻ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ റൂട്ടിൽ ഇങ്ങനെ കുറച്ച് ദൂരം വരുമ്പം എനിക്ക് സ്ഥലത്തിൻ്റെ പേരറിയില്ല. അതാ ഈ കാണുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ഓവർ ഹെഡ് കനാലാണ്. ഇതിനകത്തുനിന്ന് ചാടാൻ പറ്റുമായിരുന്നെങ്കിൽ നാഷണൽ ഹൈവേക്ക് കുറുകെ നീന്താമായിരുന്നെന്ന് കമൻറ്റൊക്കെ പാസ്സാക്കി ഞങ്ങളിങ്ങനെ പോന്നു. നമുക്ക് ശരിക്കും പോകേണ്ടത് ചാലക്കുടി, അങ്കമാലി, മൂവാറ്റുപുഴ, തൊടുപുഴ അങ്ങനെ റൂട്ടിലായിരുന്നെങ്കിലും ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് തിരിഞ്ഞു. നമുക്ക് ഏഴാറ്റുമുഖം പോയി ആനയെ കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് സൈഡിൽ കണ്ടു. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞ പാർക്കും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ തേക്കിൻ കൂപ്പിനകത്തേക്ക് എത്തി. 2 സൈഡിലും തേക്കൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും തന്നെ ഒരു വനത്തിൻ്റെ ഒരു ഫീല് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ആദ്യത്തെ ആനയെ സ്പോട്ട് ചെയ്യുകയാണ് ഈ ട്രിപ്പിലെ.
നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അത് ഉള്ളിലൊരു അനക്കം കണ്ടോ? അതാണ് ആന. ആന എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് വിചാരിക്കരുത്. ശരിക്കും അതിനകത്ത് ആനയുണ്ട്. ഞങ്ങൾ കണ്ണുകൊണ്ട് നേരിട്ട് നന്നായിട്ട് കണ്ടിരുന്നു. പക്ഷേ ഇതിനെ ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും എണ്ണപ്പനയുള്ള റൂട്ടിൽ കൂടെ കയറി ആനയെ തപ്പി വീണ്ടും പോവുകയാണ്. എണ്ണപ്പനകളുള്ള റൂട്ടിൽ ആനയെ കണ്ടതായി ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ദാ നിൽക്കുന്നു ആന. പക്ഷേ നിർഭാഗ്യവശാൽ വണ്ടി നിർത്താൻ പറ്റിയില്ല. ഫോറസ്റ്റ് ഓഫീസർമാരുണ്ടായിരുന്നു. ഈ കബാലി എന്ന് പേരുള്ള ആനയൊക്കെ ഈ വഴിയിലിറങ്ങി KSRTC ഒക്കെ അടിച്ചു പൊളിക്കുന്ന അതേ സമയത്താണ് ഞങ്ങളിതിലെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റ് ഓഫീസർമാർ ഭയങ്കര കോഷ്യസ് ആയിരുന്നു. അങ്ങനെ ഈ ആനയെ ഞങ്ങൾ വണ്ടി നിർത്താതെ ദൂരത്ത് നിന്ന് ഇങ്ങനെ കണ്ട് പതുക്കെ പാസ് ചെയ്ത് പോയി. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ വീണ്ടും നമുക്ക് ആനയെ കാണാൻ പറ്റി. അതും ഒന്നല്ല, ഇത് 2 ആനയുണ്ട്. ഒരു അച്ഛനാനയും ഒരു കുട്ടിയാനയും. അങ്ങനെ ഫൈനലി ആനയെ കണ്ട ആ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങൾ പോരുമ്പോൾ ഇരുട്ടാൻ തുടങ്ങി. ഞങ്ങൾ മലയാറ്റൂരിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെയാണ് വരുന്നത്. അവിടുത്തെ ആ ജലാശയമൊക്കെ ഇങ്ങനെ ഞങ്ങൾ കണ്ടു. പക്ഷേ അപ്പോഴത്തേക്കും മഴ വന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. വണ്ടിയിലിരുന്നതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങ് വരുമ്പോൾ മഴ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങി. ഇത് പെരിയാറാണ് ഈ ഒഴുകുന്നത്. നല്ല ഒഴുക്കുണ്ട്, നല്ല മഴയുമുണ്ട്. മഴയുള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനല്ലാണ്ട് പിന്നെ വേറൊരിടത്തും ഇറങ്ങിയില്ല. വേറൊന്നും പ്രത്യേകിച്ച് കാണാനും നമുക്കിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ട്രിപ്പ് അങ്ങനെ വൈൻഡപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത ട്രിപ്പിന് കാണാം. ഓക്കെ, ബൈ.